ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രഭാതം? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അങ്ങനെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കും കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തെ പറ്റിയിട്ട് കുറേ ആശങ്കകളൊക്കെ ഉണ്ടാവുമല്ലേ? നല്ലൊരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണത്. കാരണം അതിർത്തിയിൽ യുദ്ധം നടക്കുമ്പോൾ അത് നമ്മളെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളത് അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മളാരെയും അഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ കുടുംബക്കാരെല്ലാവരും സേഫാണ്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കണേ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരും അല്ലായിരിക്കും, പക്ഷെ അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് 10,000-10,000 സോൾജിയേഴ്സ് അവിടെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ടല്ലേ. അവർക്കും ഉണ്ട് നമ്മളെപ്പോലെ തന്നെ ഫാമിലി, നമ്മളെപ്പോലെ തന്നെ കുഞ്ഞു മക്കൾ, ഭാര്യ, അപ്പനമ്മ, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇവരൊക്കെ അതൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കുമല്ലേ. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കാമല്ലേ. ആ ഒരു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുവാണെങ്കിൽ അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതേ, നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലേ, അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ ഇതുവരെ തന്നില്ലായിരുന്നു. അപ്പോൾ ഒന്ന് തരാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണേ. അപ്പോൾ നമ്മൾ ചട്ടിക്കലത്തിൽ കുറച്ച് 10 മണികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് തൈകൾ, നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അല്ലേ. അങ്ങനെ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണത്. ഇപ്പോൾ 2ാമത്തെ തവണ ഞാൻ തോന്നുന്നു അല്ലേ ഞാൻ പറയണേ. അപ്പോൾ ഈ 10 മണി തൈകളൊക്കെ അത്യാവശ്യം നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു 10-15 ദിവസം ആയിട്ടുണ്ട് ഞാൻ അതിനകത്ത് നട്ടിട്ട്. വീഡിയോ ഇട്ടത് ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് പാളിപ്പോവാൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സംഭവം ചീഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല, പൂക്കളൊക്കെ വിരിയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു സക്സസ്ഫുൾ ആയെന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ പച്ചക്കറി തൈകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണർവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ല, പക്ഷെ ചെറിയ പുഴുക്കേടുണ്ട് കേട്ടോ അവർക്ക്. അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കൊടുക്കാവേ. പിന്നെ തൈകൾ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പാവയ്ക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മിക്കതിൻ്റെയും ഇല കണ്ടിട്ട്, പക്ഷെ ചിലതിൻ്റെ ഇലയ്ക്ക് ഡിഫറൻസും ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഇന്നത്തെ സൂര്യനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണെന്നൊക്കെ. പിന്നെ ചെടികൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ടല്ലേ. ചെടികളെല്ലാം നമ്മൾ തലേദിവസം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചെടികൾക്ക് രാവിലെ കാണാൻ നല്ല ഉണർവൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ എന്നും ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്നും നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പം ഇന്ന് നല്ലൊരു പ്രഭാതം നിന്ന് നമ്മുടെ സോൾജിയേഴ്സിന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചെങ്കിലും നമുക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. പിന്നെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ.